LSTD പരീക്ഷ കഴിഞ്ഞു അല്ലേ? നമ്മളെല്ലാവരും ഒരു 2 വർഷമായിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു, തയ്യാറെടുപ്പുമായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ മിക്സഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഒരുവിധം ആൾക്കാരും അത് ടഫായിട്ടെന്നും ചില ആൾക്കാർ ആവറേജ് ആയിട്ടും നമുക്ക് ഈ ഒരു പരീക്ഷയെ ലേബൽ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ പരീക്ഷ ഇങ്ങനെ ഒരു മാറ്റത്തോടു കൂടി വന്നത്? അല്ലെങ്കിൽ ആരും ഈസി ആയിട്ട് ഈ ഒരു പരീക്ഷ പറഞ്ഞില്ല. എന്താണ് കാരണം? അപ്പം നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ചോദ്യങ്ങളോ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടില്ല. ആൻഡ് എല്ലാവരുടെ മനസ്സിലുള്ളൊരു മെയിൻ ചോദ്യം എന്താണെന്ന് വെച്ചാൽ LSTD കട്ട് ഓഫ് എത്രയാണ്. എനിക്ക് തന്നെ ദിവസം പേഴ്സണലി എത്ര മെസ്സേജസ് വരാറുള്ളതും LSTD കട്ട് ഓഫ് എത്രയായിരിക്കും എന്നതിനെ കുറിച്ചാണ്. നമ്മളൊരു പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോൾ പ്രകാരവും ബാക്കി നമ്മുടെ ടെലഗ്രാം ചാനൽസിലെ പോൾ പ്രകാരവും നമ്മളൊരു കൺക്ലൂഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് LSTD കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് 45ഓളം ആയിരുന്നു. ബട്ട് നമുക്കത് കഴിഞ്ഞ് നടന്ന PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ 2023 നടന്ന പരീക്ഷയ്ക്ക് കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു, 56.33 ആയിരുന്നു. ആ ചോദ്യപേപ്പറും നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ LSTD ചോദ്യപേപ്പറുള്ള കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ചോദ്യപേപ്പർ പൊതുവെ സിമ്പിളായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഒരു അനാലിസിസും ഇനി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതായിരിക്കും നമ്മുടെ LSTD കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതും ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ഏറ്റക്കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. ഒരു റേഞ്ച് മാത്രമേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബേസ്ഡ് ഓൺ യുവർ പോൾസ്. നിങ്ങളുടെ പോൾസിന് പ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു ഡേറ്റ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നമ്മൾ ഓവർവ്യൂ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിലബസ് വിട്ട ഒരു കാര്യങ്ങളും LSTD പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. സ്ട്രിക്ട്ലി ആസ് പെർ സിലബസ് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും വന്നിട്ടുള്ളത്. എല്ലാ സബ്ജക്ട്സ് എടുത്താലും വെയിറ്റേജും ഒരു 85% വെയിറ്റേജിനും, അതായത് എബൌട്ട് 90% പറഞ്ഞാലും തെറ്റില്ല, നമ്മുടെ സിലബസിൻ്റെ അതേ പ്രകാരം തന്നെ അതേ വെയിറ്റേജോട് കൂടി തന്നെ സബ്ജക്ട്സും അതിൻ്റെ ചോദ്യങ്ങളും ഒക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓവറോൾ പറയുവാണെങ്കിൽ സിലബസിൽ നിന്ന് വിട്ടിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഇതിൽ നിന്ന് ചോദ്യം വരത്തില്ല എന്ന് വിചാരിച്ച ഭാഗത്തിൽ നിന്നോ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പരീക്ഷ ആവറേജ് അല്ലെങ്കിൽ ടഫായി പോയെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ റെപ്പറ്റേഷൻ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓവർസിയർ ലെവലിലെ പരീക്ഷകളിലെ ചോദ്യങ്ങൾ വരെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. എല്ലാം അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അലൈൻമെൻറ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു ചോദ്യ പേപ്പറിലും കാണാൻ സാധിച്ചെങ്കിൽ കൂടി ചില മേഖലകളിൽ എസ്പെഷ്യലി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള സബ്ജക്ട്സിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ചോദ്യങ്ങളല്ല ചോദിച്ചത്. കുറച്ച് സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആൻഡ് മേജർ തിങ് പലരും കംപ്ലയിൻറ്റ് ചെയ്തത് ഈ ഒരു എക്സാമിനെ കുറിച്ച് സമയം കിട്ടിയില്ല എന്നുള്ളത് തന്നെ. അപ്പോൾ സ്പീഡും അക്യുറസിയും ആയിരുന്നു നമ്മുടെ ജൂലൈയിലെ LSTD എക്സാമിൽ ഏറ്റവും കൂടുതൽ എക്സാമിനർ മെഷർ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് പലതും ബേസിക്കലി ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ജിയോ ടെക്നിക്കലിലെ നമ്മുടെ സ്ട്രെസ് ഡയഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം, അപ്പോൾ അതൊക്കെ ആക്ച്വലി എളുപ്പമായിരുന്നു. ബട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത, ശരിക്കും നമ്മൾ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫ്രേസിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻ ഫ്രേസിംഗ് എന്ന് പറയുന്നത് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില ചോദ്യങ്ങൾ നമ്മൾ കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്ങിലാണ് അവിടെ എക്സാമിനർ വിജയിച്ചിരിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ ഉദ്യോഗാർത്ഥികളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യത്തിൽ എക്സാമിനർ വിജയിച്ചിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ബേസ് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് ചോദ്യങ്ങൾ നമ്മൾ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു. കൂടുതലും തിയറി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ സ്ട്രക്ചറൽ മെക്കാനിക്സ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ നോക്കുമ്പോൾ ആദ്യം എന്തായാലും നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചാലും അത് കാൽക്കുലേറ്റർ നമ്മൾ പേന വെച്ച് എഴുതി നോക്കാതെ തന്നെ ആൻസർ എഴുതാൻ പറ്റും. ഫ്ലൂയിഡ് മെക്കാനിക്സ് എത്തിയപ്പോൾ കുറച്ച് അത് സിമ്പിൾ കാൽക്കുലേഷൻസ്, ഫോമിലേക്ക് അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഒക്കെ വന്നെങ്കിൽ കൂടി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എത്തുമ്പോഴാണ് ഒരുപാട് കാൽക്കുലേഷൻസ് അവിടെ വന്നത്. അതും ഇൻറ്റൻസീവ് കാൽക്കുലേഷൻസ് തന്നെയാണ്, ഒരുപാട് സമയം എടുക്കുന്ന കാൽക്കുലേഷൻസും. പിന്നെ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ പ്യുവർ ബെൻഡിങ് ചാപ്റ്ററിൽ നിന്ന്. അവിടെ നമുക്ക് ഏരിയ, നമ്മുടെ വോളിയം ഏരിയ റിലേഷൻഷിപ്പ് വെച്ച് സ്ക്വയറും സർക്കുലേഴ്സ്, അതൊക്കെ കാൽക്കുലേഷൻ കൂടിയ പ്രോബ്ലം. അതായത് കാൽക്കുലേഷൻസ് ഇൻറ്റൻസീവ് ആയിരുന്നു. അതുമാത്രമല്ല ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ ഒരാൾക്കുന്നിടത്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ കിടന്നിരുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും അതുപോലെ സ്ട്രക്ചറൽ അനാലിസിസുമാണ്. ഓഫ് കോഴ്സ് അതിനകത്തൊരു 10 ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. 10 ചോദ്യത്തിൽ 9 ചോദ്യം കണ്ണടച്ച് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഒരുപാട് സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് ഇല്ല, പകുതി മിനിറ്റ് പോലും നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ,
അതിൽ 9 ക്വസ്റ്റ്യൻസ് സിമ്പിളായിരുന്നു. ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞ സർക്കിളിൻ്റെയും സ്ക്വയർ സെക്ഷൻ്റെയും വരുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് കുറച്ച് ടൈം കൺസ്യൂമിങ്, നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പകുതി വരെ നമ്മൾ പലരും നമ്മുടെ ഗോൾഡ് ബാച്ചിലൊക്കെ സ്റ്റുഡൻസ് ആണെങ്കിൽ കണ്ടിട്ടുള്ളതാണ്. സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്നവരെ സ്ട്രെങ്ത് കമ്പയർ ചെയ്തതിന് ശേഷമുള്ളതാണ് നമുക്ക് വരിക. അപ്പോൾ അത് കുറച്ച് കാൽക്കുലേഷൻ കൂടുതലുള്ളതായിട്ട് നമ്മൾ കാണാൻ സാധിച്ചു. ഇനി അടുത്ത ഫ്ലൂയിഡ് മെക്കാനിക്സിന് 5 ചോദ്യങ്ങൾ ചോദിച്ചത് 5 നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയതാണ്. ഒന്നും ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നിന്നുണ്ടായിരുന്നു, അതിനകത്ത് ഹൈഡ്രോളിക് മെഷീൻസ് നിന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമുക്ക് ആൻസറബിൾ ആയിട്ടുള്ളതാണ്. ഒരിക്കലും നമുക്ക് അവിടെ തെറ്റിക്കുകയോ മാർക്ക് നെഗറ്റീവ് ആവുകയോ വരേണ്ട കാര്യങ്ങളില്ല. പിന്നെ നമുക്ക് ഹൈഡ്രോളജി ആൻഡ് ഇറിഗേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 4 ക്വസ്റ്റ്യൻസും എളുപ്പമായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചൊരു കൺഫ്യൂഷൻ വന്നു എന്നുള്ളത് ഒഴിച്ചാൽ. ദെൻ സർവേയിങ്ങിനകത്ത് 4 ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 ക്വസ്റ്റ്യനും ഭയങ്കര എളുപ്പമായിരുന്നു, സിമ്പിളായിരുന്നു, ആൻസറബിൾ ആയിരുന്നു. മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫാക്ട് ബേസ് ആണ്, അതായത് നമ്മുടെ ഓവർസിയർ ലെവലിലെ ചോദ്യങ്ങൾ വരെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. സർവേയെങ്കിലും ഒരു സംശയം വേണ്ട. എസ്റ്റിമേഷനിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതിൽ 5 ക്വസ്റ്റ്യൻസ് ആൻസറബിൾ ആയിരുന്നു, ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ആവറേജ് ആയിട്ട് വന്നു. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ 6 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലൊക്കെ നമുക്ക്, അതുപോലെ തന്നെ RCC സ്റ്റീലും സ്റ്റീലും ആക്ച്വലി സ്റ്റീൽ നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പേപ്പറിന്. അതുകൊണ്ട് RCCക്ക് കൂടുതൽ സമയം കൊടുത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ച ആൾക്കാരായിരിക്കും കൂടുതൽ പേരും എക്സാം എഴുതി. അപ്പോൾ RCCയിൽ ചോദിച്ച ചോദ്യങ്ങൾ കംപ്ലീറ്റ്ലി നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. പ്രീസ്ട്രസ് കോൺക്രീറ്റിനകത്ത് സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത തരത്തിലെ ചോദ്യങ്ങൾ തന്നെയാണ്. സ്റ്റീലിലും അങ്ങനെ ഒത്തിരി കൺഫ്യൂസിങ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിനകത്ത് നമുക്ക് കുറച്ച്, അതായത് നമ്മുടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആകെ നമ്മുടെ ടൈം എസ്റ്റിമേഷൻ ഒരെണ്ണം പെട്ടെന്ന് എഴുതാൻ പറ്റുമെങ്കിലും ബാക്കി നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്, അതായത് ആ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ ഓപ്ഷനിലേക്ക് വരത്തില്ല. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഞാൻ അന്നും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ഇനിയും പറയും. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ലൈറ്റായിട്ട് ഡീൽ ചെയ്ത് പോകുന്ന സബ്ജക്റ്റാണ്. പക്ഷേ ആ സബ്ജക്റ്റിൽ നിന്നാണ് മിക്കവാറും നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും. നമ്മുടെ ഒരു എന്താ പറയുക, ഗോൾഡ് ബാച്ചസിലൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ നടത്തിയ ലൈവിനെ ബേസ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് കുറേ ആൾക്കാരെങ്കിലും അത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇനിയും പറയുവാണ്, പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും RCC ആണെങ്കിലും സ്റ്റീലാണെങ്കിലും ഒരുവിധം ആവറേജ് ആയിരുന്നു. ഇതിൽ എക്സെപ്ഷണൽ നമുക്ക് പറയാൻ പറ്റുന്ന ആൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് മാത്രമായിരുന്നു. പിന്നെ നമുക്ക് GT ആയിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ. GTയിൽ 10 ചോദ്യങ്ങൾ വന്നതിൽ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. അതും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ GTയിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ESC അല്ലെങ്കിൽ ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിന് നമ്പേഴ്സ് പോലും വ്യത്യാസമില്ലാതെ വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഗേറ്റിൻ്റെയും ESC പ്രിലിംസിൻ്റെയും ചോദ്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എപ്പോഴും എല്ലാ സെഷൻസിലും നിങ്ങളോട് പറഞ്ഞു തരാറുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലെവൽ ഇൻക്രീസ് ചെയ്ത് ചെയ്യണം. ആദ്യം യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ വേറെ സ്റ്റേറ്റിൻ്റെ JEE ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനുശേഷം SSC JEE വീണ്ടും നോക്കുക. SSC JEE നോക്കുമ്പോൾ നമ്മുടെ ഈ YCTയുടെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റെപ്പറ്റീഷന് കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും സമയം വേണ്ടി വരില്ല. അത് കഴിഞ്ഞ് പയ്യെ ESC പ്രിലിംസ് നോക്കുക, ഒപ്പം തന്നെ ഗേറ്റ് നോക്കുക. ഈ ഒരു 4 സ്റ്റേജ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ AE എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എല്ലാ സെഷൻസിലും എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ AE. എത്ര നിങ്ങൾ തിയറി പഠിച്ചു കഴിഞ്ഞാലും തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ തുടർന്ന് പോകേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു 4 സ്റ്റേജിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് മാത്രമാണ് നിങ്ങൾ ഉയർന്ന റാങ്കിൽ എത്തിക്കോളും. ഓക്കെ, പിന്നെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കൂടുതലും GT തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല പലതും ടൈം കൺസ്യൂമിങ് ആയിരുന്നു. നമുക്ക് ചിന്തിച്ച് ചിലപ്പോൾ ആ ഒരു ടെൻഷനിൽ നമ്മൾ ഇരുന്ന് ചിന്തിച്ച് നമുക്ക് അവിടെ എത്താൻ കഴിയത്തില്ല. പിന്നെ സബ്ജക്റ്റ് വൈസ് അടുത്ത എൻവയൺമെൻറ്റിൽ 10 മാർക്ക്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആണെങ്കിലും ഭയങ്കര എളുപ്പമായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ടെമ്പറേച്ചർ കറക്ഷൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. അത് ഇതുപോലെ തന്നെ മുന്നേ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ആയിരുന്നു. അതുകൊണ്ട് അതൊന്നും പുതുമയായിട്ട് നമുക്ക് വരത്തില്ല. പിന്നെ ഡോഗ് ഹാർബർ ടണലൊക്കെ ആണെങ്കിലും ഒരുപാട് അങ്ങനെ ചോദ്യങ്ങളൊന്നും കയറി വന്നിട്ടില്ല. ഈവൻ അർബൻ പ്ലാനിങ്ങിൽ നിന്ന് ഒരു ചോദ്യം പോലും വന്നില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സബ്ജക്ട്സും ക്വൈറ്റ് ഈസി ആയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കട്ട് ഓഫ് റേഞ്ചാണ് നമ്മളൊരു പ്രശ്നം. ഇതെല്ലാം എളുപ്പമായിരുന്നല്ലോ, പക്ഷേ ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ടും ഞാൻ ഈ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ GT ചെയ്യുന്ന സമയത്ത് GTയിൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലയോ എനിക്ക് അറിയാവുന്നതാണ് ആ ഒരു ടെൻഷനോട് കൂടി എളുപ്പമുള്ള ചോദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി തിയറി ആണ്, അതായത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ആണെങ്കിൽ നമ്മളത് വായിച്ച് അവിടെ കൺഫ്യൂസ്ഡ് ആയി ഇരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് ഒരു കട്ട് ഓഫ് റേഞ്ച് പറയുവാണെങ്കിൽ നമുക്ക് ഒരു 60 മുതൽ 70 വരെയൊക്കെ ഒരു ആവറേജ്ലി സ്കോർ ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല,
എന്നാലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹയസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ 60 to 70 ഇടയ്ക്ക് ഒക്കെ വരുന്ന ആൾക്കാർ നമ്മുടെ യൂസേഴ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ടിരുന്നു. ഇനി 70 മേലെ ഉള്ളതും വളരെ റെയറായിട്ട് പുറത്തൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് 60 ഒരു ആവറേജ് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർക്കായിട്ട് പറയപ്പെടാം. ഇനി കട്ട് ഓഫ് 60 വരുമെന്നല്ല ഇവിടെ പറയുന്നത്, ഒരു ആവറേജ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മാർക്കാണ് 60 എന്ന് പറയുന്നത്. ഇനി കട്ട് ഓഫ് എടുക്കുവാണെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 50-55 ഇടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാം. നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 45 to 55, അത്ര ഒരു വലിയ നമ്പറിൻ്റെ റേഞ്ച് പറയുകയാണ്. 45 to 55 ഇടയ്ക്ക് മാത്രമായിരിക്കും നമ്മുടെ കട്ട് ഓഫ് മിക്കവാറും പ്രോബബ്ലി വരാനായിട്ട് സാധ്യത. ഇതിൽ 50-55 ഇടയ്ക്ക് വരാനും സാധ്യതയുണ്ട്. 40 ചിലപ്പം ഒരു 45-55 ആ ഒരു റേഞ്ച്, അതിനും പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഒരു നോർമലി ഒരു 50 റേഞ്ചിൽ കിട്ടിയ ആൾക്കാർക്ക് 50-55 ഒക്കെ ഉള്ളവർക്ക് ലിസ്റ്റിൽ വരാമെന്ന് പറയാം. എന്നാലും 55 to 60+ ഒക്കെ വന്നവരാണെങ്കിൽ ഓഫ് കോഴ്സ് ജോലി എന്നുള്ള കാര്യം കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഈ ഒരു റേഞ്ചിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോലി കിട്ടുക. അതാണ് ഇനി അടുത്ത ചോദ്യം. ഓക്കെ, ഇനി കാൽക്കുലേഷൻസിൻ്റെ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. കാൽക്കുലേഷൻ വളരെ ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഗോൾഡ് ബാച്ചസിന് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, കാൽക്കുലേറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കരുത്, ഒന്നിൻ്റെ സഹായം ഇല്ലാതെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം ഓഫ് കോഴ്സ് ഒരുപാട് സമയമെടുക്കും, ആരും പെർഫെക്റ്റ് ആദ്യമേ ആവത്തില്ല. സോ സമയമെടുത്ത് ഇമ്പ്രൂവ് ചെയ്ത് കാൽക്കുലേഷൻ സൈഡ് സ്ട്രോങ് ആക്കുക. പിന്നെ ടൈം പ്രഷർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ പുറത്ത് 1 മിനിറ്റ് നമുക്ക് കൊടുക്കാൻ ഇല്ല. ആക്ച്വലി നമ്മുടെ സമയം ഒരു പരിധി വെച്ചിട്ട് അത്രയും ഒന്നും സമയം വേണ്ടെങ്കിൽ പോലും 1 മിനിറ്റ് നമുക്ക് അവിടെ തികച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളല്ല ചോദിച്ചത്. എപ്പോഴും ലൈവിന് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുമ്പോൾ 1 മിനിറ്റിനകത്ത് ആൻസർ ചെയ്യാൻ പറയാറുണ്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത്. അപ്പോൾ 1 മിനിറ്റിനകത്ത് ആൻസർ ചെയ്ത് നിങ്ങളെ ഒന്ന് മൗൾഡ് ചെയ്ത് കൊണ്ടുവരണം. അതിനാണ് പറയുന്നത് ടൈമർ വെച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ആദ്യം 1 മണിക്കൂർ ഇടുക. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഈ 60 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ ചിലപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 20 ആയിരിക്കും. അത് പയ്യെ ഇൻക്രീസ് ചെയ്ത് 30, 40, 50, 60 എത്തുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ അവിടെ വിജയിച്ചു. ഈ ഒരു പ്രാക്ടീസിൽ നിങ്ങൾ വിജയിച്ചു. ഇത് എല്ലാ ദിവസവും ചെയ്യണം. 60 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ 60 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടാർഗറ്റ് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസിന് എണ്ണം വീണ്ടും കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അപ്പം ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ടൈം പ്രഷർ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് കോഴ്സ് ഒരുപാട് പേർക്ക് നെഗറ്റീവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് വരാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മൾ ഈ പ്രഷറിൽ ഇരിക്കുമ്പം നമുക്ക് ആൻസറായിട്ട് തോന്നും, അവസാനം കുറേ എണ്ണങ്ങൾ ബബിൾ ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് മാർക്കിങ്ങും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഓവറോൾ സ്കോറിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളെ ഇമ്പാക്ട് ചെയ്ത സബ്ജക്റ്റ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ചിലർ അത് വെച്ച് സ്കോർ ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പം ജിയോ ടെക്നിക്കൽ കുറച്ച് പാടായിട്ട് തോന്നിയവർ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ എളുപ്പമുള്ളത് അറ്റൻഡ് ചെയ്ത് അതിൽ നെഗറ്റീവ് വന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ നെഗറ്റീവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അവിടെ നമ്മുടെ ചോദ്യപേപ്പറിലെ ഹൈലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റിൻ്റെയും ESCൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇത് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും? ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4 സ്റ്റേജ് ഉണ്ട്. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ JE പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ തന്നെ ആ ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്യുക. 1 തവണയല്ല, 2 തവണയല്ല, 3 തവണ ചെയ്യുക. എത്ര തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്, വെൽ ആൻഡ് ഗുഡ്. പിന്നെ SSCGയുടെ PYQs നോക്കുക. അതുപോലെ തന്നെ SSCGയുടെ എസ്പെഷ്യലി ഇപ്പം നമുക്ക് CBT 2 നടക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്, അത് നോക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ESC പ്രിലിംസ്, ഗേറ്റ്, PYQs. ഇത്രയും 4 സ്റ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ സെറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ESC പ്രിലിംസും ഗേറ്റും മാത്രം പഠിച്ചിട്ടും കാര്യമില്ല. കാര്യം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സാധാരണ ചോദ്യങ്ങളുണ്ട്. ഈ സാധാരണ ചോദ്യങ്ങൾ പലതും നമ്മുടെ എക്സാമിനും ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജസ് എല്ലാത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത്. LSCD ജൂലൈ നടന്ന പരീക്ഷയെ കുറിച്ചിട്ടുള്ള അനാലിസിസും കട്ട് ഓഫ് ഒരു പ്രഡിക്ഷൻ പോലെ നമ്മൾ പറയുകയും ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ PWD നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രൊഫൈൽ ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾ അതിലേക്ക് വേണ്ടി നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. നമ്മുടെ എൻട്രിയിൽ PWD കോഴ്സസ് അവൈലബിൾ ആണ്. മാത്രമല്ല അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഹൗസിംഗ് ബോർഡ് ഉണ്ട്, ദെൻ SSCGE, RRBGE ഒത്തിരി അവസരങ്ങളാണ് നമുക്കുള്ളത്. ഇതിനെല്ലാം കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒരൊറ്റ ബാച്ചായിട്ട് വേണമെങ്കിൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ ബാച്ചസ് അവൈലബിൾ ആണ്. സോ കോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെ ഫോം ഫില്ല് ചെയ്യുക, അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.